അതിപ്പോ പെട്രോൾ പമ്പിന്റെ ആൾക്കാരുടെ തീരുമാനം ആണല്ലോ. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ന് ടാക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇത്രയും ടാക്സ് നമ്മളിപ്പോ ഒരു 10 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ പോലും വി ആർ ആക്ച്വലി പേയിങ് ദ ടാക്സ്. അപ്പൊ ആ ടാക്സ് കൊടുത്തിട്ട് നമ്മൾക്ക് ആ ഫെസിലിറ്റി ഉണ്ടാക്കി തരേണ്ടത് ശരിക്കും പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ആൾക്കാർ, ഗവൺമെന്റ് ആണ് ചെയ്തു തരേണ്ടത്. പക്ഷെ ആ ഗവൺമെന്റ് നമുക്ക് അത് ചെയ്തു തരുന്നില്ല. അത് ചെയ്തു തരാതെ പെട്രോൾ പമ്പിന്റെ ആൾക്കാരോട് ഇപ്പൊ പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. പിന്നെ നോർമലി ഇപ്പോ ഒരു പെൺകുട്ടി ആയാലും ആൺകുട്ടി ആയാലും അവിടെ പോയി കഴിഞ്ഞപ്പോ ടോയ്ലറ്റിൽ പോയെന്ന് വെച്ചിട്ട് അവരങ്ങനെ വലിയ സീൻ ഉണ്ടാക്കാറില്ല നോർമലി. ഇപ്പൊ പക്ഷെ ഇനി അത് സീൻ ആവൂന്നുള്ളത് നമ്മൾ നോക്കണം. വി ഹാവ് ടു ലുക്ക് ദാറ്റ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരും ചെയ്യുന്നു. കാരണം ആൾക്കാരുടെ ഒരു പിന്നെ അത് മാത്രമല്ല, മിക്കവരും ഒരു 100 രൂപയ്ക്കെങ്കിലും പെട്രോളൊക്കെ ചെയ്യുന്ന ഒരു ആൾക്കാരാണല്ലോ അവിടെ പോവുള്ളൂ. അതുകൊണ്ട് മേ ബി അവരത് ചെയ്യുമായിരിക്കും എന്ന് എനിക്ക് തോന്നണം. അതൊരു വലിയൊരു പ്രശ്നമാവാൻ സാധ്യതയില്ല. അതായത് മറ്റേ പബ്ലിക് പെട്രോൾ പമ്പിൽ ടോയ്ലറ്റ്സ് ഇതൊരു ഹ്യൂമൻ റിക്വയർമെന്റ് ആണ്. തീർച്ചയായിട്ടും അത് കൺസിഡറബിൾ ആയിട്ട് ഒരു നിലപാട് കോടതി എടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്.